ഹലോ ഗെയ്സ്, ലല്ല് വണ്ടിമ്മ കയറി ഇരിക്കുന്നത് എന്തിനാ അറിയോ? ഞങ്ങൾ സൈക്കിൾ വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. സൈക്കിൾ വാങ്ങിക്കാനെന്ന് പറയുമ്പോൾ ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അവിടെ സൈക്കിൾ കടയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ലല്ല് പറയണത് വെള്ളം കുടിക്കാൻ കയറുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പോൾ ലെയിമും കൊക്കോടെ പറഞ്ഞത് കേട്ടോ. ഒരു സോസൊക്കെ ഒഴിച്ച് കഴിക്കുകയാണ് ലല്ലു. ആദ്യം എൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ ഇരിക്കണേ. അപ്പോൾ ലല്ലു ഒരു പ്ലേറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അപ്പോൾ സോസൊക്കെ ഒഴിച്ചിങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പറഞ്ഞതാണ്. സോസൊക്കെ ഒഴിച്ചിങ്ങനെ കഴിക്കാം കേട്ടോ. എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സൈക്കിൾ കടയിൽ കയറിയപ്പോൾ അവിടെ എല്ലാം സെറ്റ് തന്നെയാണ്. പക്ഷേ അവിടെ ഇതിൻ്റെ എന്തൊക്കെ എന്താ ബ്രേക്കോ എന്തൊക്കെ കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്യാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആ സമയം കൊണ്ട് ഞങ്ങൾ പോയതായിരുന്നു വെള്ളം കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർ കേട്ടോ. സൈക്കിൾ കടയിൽ ചെന്നപ്പോൾ അപ്പോൾ എല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ്റെ അച്ഛനോട് സീറ്റൊക്കെ ശരിയായിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യക്ക് പുതിയ സൈക്കിൾ ഉണ്ട് കേട്ടോ. ഒരു 2-3 മാസം മുന്നേ വാങ്ങിച്ച സൈക്കിൾ ഉണ്ട് ആദ്യക്ക് കേട്ടോ. അപ്പോൾ നല്ല സൈക്കിൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല. ലല്ലുവിന് സൈക്കിൾ വാങ്ങിച്ചിരുന്ന ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛനോട് ലല്ലു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ കാര്യങ്ങൾ പറയാണ്. അത് പൊട്ടിക്കണ സാധനം ഉണ്ടല്ലോ, ആ സീറ്റുമ്പോൾ കവറിൻ്റെ പൊട്ടിക്കണ സാധനമൊക്കെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പറഞ്ഞു ഇതാൾ സൈക്കിളിൽ കയറിയിട്ടോ. ഗിഫ്റ്റ് തന്നതേ ഒരു കാക്കുണ്ടോ. കാക്കുവിൻ്റെ പേര് പറയണത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോരണം. വീട്ടിലേക്ക് പോരാനുള്ള പരിപാടിയാണ്. ലല്ലുവിന് അങ്ങനെ എന്തെങ്കിലും കിട്ടി എന്തെങ്കിലും പറയാനുണ്ടാവും. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇനി. അങ്ങനെ ഞാൻ വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തി ലല്ലു പറഞ്ഞ് ഇറങ്ങണില്ല. അപ്പം രാത്രിയല്ലേ, അപ്പോൾ പുറത്തേക്കൊന്നും ഇറക്കില്ല, രാവിലെ ഇറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രാത്രി. അപ്പോൾ അവന് അങ്ങനെ സൈക്കിളിൽ ഇരുന്ന് അകത്ത് തന്നെ ചവിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ സൈക്കിളിന്മേൽ.